ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിൾ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനായി 4 ഉള്ളിയും 2 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ചപ്പും പുതിനയും അരിഞ്ഞു വെച്ചത്. അതിനായി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം 5 പച്ചമുളക്, ഒരു ഫുൾ വെളുത്തുള്ളി, ഒരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചിയും അരച്ച് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി മൂടി വെക്കുക. ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് മൂടി വെച്ച് നന്നായി വഴറ്റുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കഴുകി വെച്ച ചിക്കൻ ഇട്ട് നന്നായി യോജിപ്പിക്കുക. മൂടി വെച്ചതിന് ശേഷം കുറച്ച് നേരം വേവിക്കുക. പിന്നെ അതിലേക്ക് കറാമ്പട്ട, കറാമ്പൂവ്, ഏലക്കായ, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് അരി എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രം ഫുള്ളായിട്ട് അരി എടുത്തിട്ടുണ്ട്. അതിന് 1.5 കപ്പ് എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഈ ഒരു പാത്രത്തിന് 2 കപ്പാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഞാൻ 1.5 കപ്പാണ് ഒഴിച്ചത്. ചിക്കൻ വേവിച്ച വെള്ളം അതിലുള്ളത് കൊണ്ടാണ് വെള്ളം കുറച്ച് ഒഴിച്ചത്. അതിനുശേഷം ചപ്പും പുതിനയും അരിഞ്ഞു വെച്ചതിട്ട് മൂടി വെക്കുക. വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച അരിയിട്ട് നന്നായി യോജിപ്പിച്ച് മൂടി വെക്കുക. അതിനുശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അരി തിളച്ച് വരുമ്പോൾ ചെറിയ തീയിലാക്കി ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. ഈസി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലും തയ്യാറാക്കാവുന്നതാണ്. കുക്കറിലാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് ഒരു വിസിലടിപ്പിച്ചാൽ മതി. ഒരു വിസിലടിച്ചതിന് ശേഷം കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം തുറന്ന് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.